അലോഷ്യസ് സേവ്യർ, എത്ര നാളാണ് സിദ്ധാർത്ഥൻ്റെ മരണം പ്രതിപക്ഷം ആഘോഷിച്ചത്, മാധ്യമങ്ങൾ ആഘോഷിച്ചത്, നമ്മളടക്കമുള്ളവർ ചർച്ച ചെയ്തത്? ഒടുവിൽ ഗവർണർ നിയോഗിച്ചിരിക്കുന്ന കമ്മീഷനും CBIയുടെ റിപ്പോർട്ടും SFIയുടെ പേര് പോലും പറയാതെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരുമ്പോൾ KSUവിന് എന്താണ് പറയാനുള്ളത്? ശ്രീ അരുൺകുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് SFIക്ക് യാതൊരു പങ്കുമില്ല, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ സംഘടനത്തിന്റെ ഭാഗമായിട്ടല്ല സിദ്ധാർത്ഥന്റെ കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന തരത്തിലേക്ക് റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ ഇതിന്റെ ബാക്ക് ഹിസ്റ്ററികളെല്ലാം പരിശോധിക്കുക. SFI നിരന്തരമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതൊരു രാഷ്ട്രീയ സംഘടനമല്ല, ഇത് നടത്തിയത് SFIക്കാരല്ല, റിപ്പോർട്ടിൽ SFIയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ അരുൺകുമാറിന്റെ അടുത്ത്, ഇതിൽ SFI എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേര് അവിടെ പരാമർശിക്കപ്പെട്ടില്ല എങ്കിലും അതിൽ പറയുന്ന വാചകങ്ങളിൽ അവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അതവിടെ നിൽക്കട്ടെ. അതിന്റെ മുൻപ് ഈ റിപ്പോർട്ടിൽ ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു ഘടകങ്ങളെല്ലാം അവിടെ ആൾക്കൂട്ട വിചാരണ നടന്നു എന്നതിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ സിദ്ധാർത്ഥൻ അതിക്രൂരമായി അവിടെ മർദ്ദനത്തിന് ഇരയായി എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ മരണം സംഭവിക്കുന്ന 18-ാം തീയതിക്ക് 2 ദിവസം മുൻപ് ഈ പറയുന്ന ഫെബ്രുവരി 16-ാം തീയതി ആ പറയുന്ന ക്യാമ്പസിന്റെ പുറകിലുള്ള കുന്നിൻ മുകളിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തിയെന്നും തുടർന്ന് 21-ാം നമ്പർ മുറിയിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും വിചാരണയും നടന്നു, മർദ്ദനങ്ങൾ നടന്നുവെന്നും അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചുകൊണ്ട് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാക്കിയെന്നും എല്ലാം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൻ്റെ ആ വശങ്ങളെപ്പറ്റി എല്ലാം ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ചർച്ചയുടെ തുടക്കം മുതൽ ഈ ആർഷോ ആയിക്കൊള്ളട്ടെ അവതാരണത്തിലും ഇതിൽ SFI കുറ്റമുക്തനാക്കിയോ അല്ലെങ്കിൽ SFI കുറ്റമുക്തമാക്കപ്പെട്ടോ എന്ന തരത്തിലേക്ക് ചർച്ചകൾ പോകുന്നത് ശരിയല്ല. കാരണം ഞങ്ങൾ പറഞ്ഞു, ഈ വിഷയം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി അതിക്രൂരമായിട്ട് ആ ക്യാമ്പസിൽ വലിയ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാവുകയും വലിയ മർദ്ദനങ്ങൾ ഇരയാവുകയും ഒടുവിൽ മരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ക്യാമ്പസിൽ ഉള്ള ഏക സംഘടന എന്ന് പറയുന്നത് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ആ ക്യാമ്പസിൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, അല്ല എങ്കിൽ അവർക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളെ അവർ ശാരീരികമായും അല്ലെങ്കിൽ കായികപരമായും അവരെ കൈകാര്യം ചെയ്യുന്ന രീതികൾ, ഇതെല്ലാം ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, SFI എന്ന് പറയുന്ന സംഘടന ആ ക്യാമ്പസിൽ അവിടെ നേതൃത്വം കൊടുക്കുന്ന SFIയുടെ യൂണിറ്റ് കമ്മിറ്റികൾക്ക് അല്ലെങ്കിൽ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികളായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഒരു വലിയ സംരക്ഷണമുണ്ട്. തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞു, SFI എന്ന് പറയുന്ന സംഘടന നൽകുന്ന ആ ഒരു സംരക്ഷണമാണ് എന്ത് കൊള്ളരുതായ്മ ചെയ്തു കഴിഞ്ഞാലും അവർ സംരക്ഷിക്കപ്പെടും എന്ന ആ ഒരു ധൈര്യമാണ് ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലേക്ക് എത്തിയത്. SFI എന്ന് പറയുന്ന ഈ സംഘടനയുടെ പേര് അവിടെ പരാമർശിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഇതിൽ മുഖ്യമായി ഈ വിഷയം നടന്നത് അല്ലെങ്കിൽ ഇത് ആസൂത്രണം ചെയ്യപ്പെട്ട തരത്തിലേക്ക് ഇതിന് കാരണക്കാരായി നിന്നത് എല്ലാം മുഴുവൻ SFIക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും SFI എന്ന് പറയുന്ന സംഘടനയുടെ പേര് ഇതിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറ്റവിമുക്തരാക്കാം. ശ്രീ അരുൺ, അതിൽ നോക്കൂ, 4 പ്രവർത്തകരെന്ന് പറയുമ്പോൾ ഈ സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള, ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിലേക്ക് എത്തിയതിന്റെ സാഹചര്യം എന്താണ്? അവിടെ നിരന്തരമായിട്ട് ഈ ആന്റി റാഗിങ് സ്ക്വാഡിന്റെ പെട്ട ഒരു അംഗം ഉൾപ്പെടെ ഈ കമ്മീഷൻ മുൻപിൽ മൊഴി നൽകിയിട്ടുണ്ട്. സിദ്ധാർത്ഥൻ ഇതിനു മുൻപ് 2 വട്ടവും അതിക്രൂരമായിട്ടുള്ള ഈ റാഗിങ്ങിന് ഇരയായിട്ടുണ്ട് എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന, നിരന്തരമായിട്ടുള്ള ക്യാമ്പസിൽ റാഗിങ് നടക്കുന്നത് ഒരു സ്ഥിരം സംഭവമാണ്. അവിടെ ഏക സംഘടന, ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നത് അവിടെയുള്ള വിദ്യാർത്ഥി സംഘടനയാണോ കുറ്റവാളികളാവുക? അത് തടയാൻ ഉത്തരവാദിത്വമുള്ള VCയും അസിസ്റ്റന്റ് വാർഡനും ട്യൂട്ടറും അടക്കമുള്ളവരാണോ ഉത്തരവാദികളാവുക? ശ്രീ അരുൺ, അതിൽ 2 ആളുകളും കുറ്റക്കാരാണ്. അവിടെയുള്ള ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾ റാഗിങ് നടത്തിയതിനു ശേഷമാണല്ലോ ഇത് സ്വാഭാവികമായിട്ട് ഇപ്പൊ അന്വേഷണത്തിന്റെ പരിധിയിൽ, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ റാഗിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്വാഭാവികമായിട്ടും അവിടുത്തെ അധ്യാപകർ അല്ലെങ്കിൽ അതിന്റെ മേൽഘടകങ്ങളെല്ലാം അതിൽ കുറ്റക്കാരാണ്. അതാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു സിസ്റ്റം അവിടെ ഇത്തരം ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്ക് അല്ലെങ്കിൽ ഇത്തരം ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം സംരക്ഷണം കൊടുക്കാൻ ഒരു വലിയ സിസ്റ്റം ആ ക്യാമ്പസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തുടക്കം മുതൽ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അതാണ്. ഇത് വർഷങ്ങളായിട്ട് SFI അടക്കി ഭരിക്കുന്ന ഒരു ക്യാമ്പസിൽ മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത ഒരു ക്യാമ്പസിൽ ഏക സംഘടനാ Similarly, multiple students unions with contradictory political ideologies may also cause unrest in the campus എന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് പറയുന്നുണ്ട് അത് ഈ കമ്മീഷൻ ഒരു കാരണവശാലും കണ്ടെത്തുന്നില്ല എനി റീസൺ ടു കണക്ട് ദി ഇൻസിഡന്റ് ഓഫ് ക്രുവൽറ്റി മെറ്റഡ് ഔട്ട് ടു സിദ്ധാർത്ഥൻ ടു സ്റ്റുഡൻറ് പോളിറ്റിക്സ്. അതായത് SFI എന്ന സംഘടന മാത്രമല്ല മൾട്ടിപ്പിൾ യൂണിയനുകൾ ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്ന് ഹരിപ്രസാദ് കമ്മീഷനാണ് കണ്ടെത്തുന്നത്, ഗവർണറുടെ സ്വന്തം കമ്മീഷൻ. ശ്രീ അരുൺകുമാർ, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞോളൂ. ഞാൻ തുടക്കം മുതൽ ഈ സിദ്ധാർത്ഥന്റെ വിഷയം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവിടെ യൂണിറ്റുള്ള സംഘടനാ സ്വാതന്ത്ര്യമുള്ള സംഘടനാ പ്രവർത്തനം നിരന്തരം നടത്തുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് SFIയുടെ യൂണിറ്റാണ്. മറ്റ് വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകളുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ഐഡിയോളജികളുള്ള വിദ്യാർത്ഥികളെല്ലാം ആ ക്യാമ്പസിൽ ഉണ്ടെങ്കിൽ പോലും അവർക്ക് സംഘടനാ പ്രവർത്തനം, സംഘടനാ സ്വാതന്ത്ര്യം ആ ക്യാമ്പസിൽ നടത്താനുള്ള അവസരം ലഭിക്കുന്നില്ല. അത് ഞാൻ വളരെ നാളുകളായി സിദ്ധാർത്ഥന്റെ നമുക്കൊരു മറുപടി എടുത്തു വരാം.